വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. പയ്യെ പയ്യെ കുറച്ചുകൂടി വന്നിട്ട് കുറച്ച് തട്ടിക്കോ എടാ കുറച്ച് ആ സൈഡിലേക്ക് നീക്കിയിട്. ആ വെള്ളം കിടക്കണോടത്ത്. ഇതെപ്പ ഇറക്കിയാട്ടത്? ആവോ, എനിക്കറിയാൻ പാടില്ല. ആഹാ, അപ്പൊ ചേട്ടൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത് ഇറക്കിയത്? എടാ, ഇത് ഞാൻ ഇറക്കിയതല്ലെന്ന്. പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് ഇറക്കിയാടോ വലിയ പ്രശ്നവുമില്ലേ? എന്ത് പ്രശ്നം? ഒരിത്തിരി കട്ടയും കല്ലെടുത്ത് ഈ വഴിയൊന്ന് ശരിയാക്കാൻ എന്തുണ്ടാവാനാ? ജോണേട്ടാ, അത് ഇറക്കിയേക്കണത് ചാർലി ചേട്ടാ. ചാർലിയാണ് ഇറക്കിയത്. അവനോട് ഞാൻ പറഞ്ഞോളാം. എന്നാ പിന്നെ കുറച്ച് കട്ടയിലെടുത്ത് എന്റെ പറമ്പ് ഞാൻ റെഡി ആയിക്കോട്ടെ. അത് അവനോട് ചോദിക്കടാ. നീ പിതങ്ങടെ നിരത്തി ശരിയാക്കി. ചാർലി ചേട്ടാ പറഞ്ഞല്ലോ. എന്തേ കാണിക്കണേ ചാർലി ചേട്ടാ? അല്ല ജോണേ, ഇത് ഇറക്കിയത് ഞാനാ. ആൻഡോ പറഞ്ഞു. എടാ, കുറച്ചെടുത്തേ ഞാൻ ഈ ചെളി എടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ശരിയാക്കിയതാ. അല്ല, ഇതെന്ത് മര്യാദയാ കാണിച്ചത്? ഞാൻ കാശ് മുടക്കി ഇറക്കിയ സാധനം നിന്റെ പറമ്പും വഴിയും നന്നാക്കാൻ എടുക്കാന്ന് പറയുന്നത് അതൊരു മര്യാദയാണോ? എടാ ബ്രിട്ടോ, നീ ഇതെന്തൂട്ടെ ഇതിനകത്ത് ഇട്ട് വെട്ടണത്? അത് ജോണേട്ടൻ പറഞ്ഞിട്ടാണ്. ഈ ചേട്ടൻ പറഞ്ഞ നീ എവിടെ ഇട്ട് വെട്ടോ? ആണോ ഇല്ലാത്തവൻ? ഇത് ഞാൻ കാശ് കൊടുത്ത് ഇറക്കിയതാ. നീ എന്തിനാണ് ഇവനെ മര്യാദയിലെത്തോന്ന് പറയുന്നത്? നീയല്ല മര്യാദയുടെ ആദ്യം കാണിച്ചത്, അല്ലടാ ആൻഡോ? അത് ശരിയാണ്, ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം, അല്ലടാ ആൻഡോ? പിന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്ത്? മറ്റുള്ളവന്റെ പറമ്പ് ഉപയോഗിക്കുമ്പോഴേ അത് സൂക്ഷിച്ചു വേണം. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 19-ാം വാക്യം. അതെ, സൂക്ഷിച്ചു ഉപയോഗിക്കണം. എന്ത് മന്ത്? നീ പോയടാ അവിടുന്ന്. എന്റെ പറമ്പിൽ കിടക്കുന്ന എന്ത് കട്ടയും മണ്ണും ഞാൻ എന്റെ ഇഷ്ടം പോലെ ഉപയോഗിച്ചു. നീ പോടാ. അത്രയ്ക്കാ? എന്നാ നീ എടുത്ത് ഉപയോഗിക്കടാ. കാണാ, ധൈര്യം എടുക്കടാ, എടുത്ത് ഉപയോഗിക്കടാ. എന്റെ എടാ ആൻഡോ, നീ ഇതെങ്ങടെ ധൃതി പിടിച്ചു പോണേ? ഞാൻ എന്റെ വീട്ടിലേക്ക്. എന്നാലും ഇങ്ങനെ ഉണ്ട് ആൾക്കാർ. എന്താടാ? അല്ലെന്നേ, ഇന്ന് വൈകിട്ട് വെറുതെ ഒരു കച്ചറ. ഞാനാണെങ്കിൽ അതിന്റെ അകത്ത് നിന്ന് പെടുകയും ചെയ്തു. നീ എന്താ ഈ റിലേ പോയ ആൾക്കാരുടെ സംസാരിക്കണേ? റിലേ പോയ ആൾക്കാരെ പോലെ അല്ല, എന്റെ റിലേ പോയി കിടക്കാണ്. ആ കൈക്കോട്ടിനെങ്ങനെ എന്റെ തലക്കിട്ട് അടിക്കിട്ടുണ്ടല്ല, പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുക. നിനക്കൊന്നും മനസ്സിലാവണില്ലേ? ഇല്ല, മനുഷ്യന് മനസ്സിലാവണ ഭാഷയെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എടാ സ്റ്റാൻലി, ആ ചാനൽ ചേട്ടൻ ജോണിയുടെ തമ്മിൽ വൈകിട്ട് ഭയങ്കര അടിയായിരുന്നു. അവിടെ എന്തൊക്കെ പരിപാടി നടന്നു അവിടെ ചെന്ന് നോക്കണം. എന്താ കാര്യം?
കാര്യം നിസ്സാര കാര്യമാണ്, പക്ഷെ അടി നല്ല പൂരടിയായിരുന്നു. അല്ല എന്നിട്ട് ആരും പിടിച്ചു മാറ്റില്ലേ? ആ പിടിച്ചു മാറ്റാനായിട്ട് അവിടെ ഞാനും നമ്മുടെ ബ്രിട്ടോയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നീ ഇല്ലെങ്കിലും ബ്രിട്ടോ ഒരാൾ പോരെ അവർ രണ്ടാളും പിടിച്ചു മാറ്റാനായിട്ട്. മതി, അത് പക്ഷെ നമുക്ക് മാത്രം തോന്നിയാ മതിയാ, അവർക്കും കൂടി തോന്നണ്ടേ? അതെന്താടാ അങ്ങനെ പറഞ്ഞേ? എടാ അവരും ഞാനും കൂടി അവിടുന്ന് ഒന്നിച്ച ഓടിക്കളഞ്ഞത്. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അവനെ കാണാനില്ല. അവൻ ഏത് വഴിക്ക് പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ല ഈ നിസ്സാര കാര്യം എന്ന് പറഞ്ഞെന്തുവാ? ആ ഈ ചാറ് ചേട്ടൻ കുറച്ച് കട്ടയും കല്ലും ജോണേട്ടന്റെ പറമ്പിലെ വഴി കൊണ്ട് ഇറക്കി. അതെന്തിനാ? അയാൾക്ക് അയാളുടെ പറമ്പിൽ ഇറക്കിയാ പോരെ? എടാ ചാറ് ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ആകെ വെള്ളക്കെട്ടാണ്, അതിലെ വണ്ടി പോകൂല. ഓ അപ്പൊ അതിനാണ് ഈ വഴക്കുണ്ടായേ? ഛേ വഴക്കുണ്ടായത് അതിനല്ലടാ. പിന്നെ ചാർലി ചേട്ടൻ ഇറക്കിയ കട്ടയും കല്ലും അയാളോട് ചോദിക്കാതെ അത് ജോണേട്ടനെ എടുത്ത് തന്റെ മോശമായി കിടക്കണ വഴി ശരിയാക്കി. അത് മോശമായി പോയി. അതെ, അങ്ങനെ തന്നെയാണ് ചാർലി ചേട്ടൻ ചോദിച്ചത്. ആ എന്നിട്ട് ജോണേട്ടൻ എന്ത് പറഞ്ഞു? ആ, എന്റെ പറമ്പിൽ എന്നോട് ചോദിക്കാതെ ഇറക്കിയ കട്ടയും കല്ലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു ജോണേട്ടൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ജോണേട്ടനോട് ചോദിക്കാണ്ടാണ് ചാർലി ചേട്ടൻ ഈ കട്ടയും കല്ലിറക്കിയത് അല്ലേ? അത് ശരിയായില്ലല്ലോ. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 13-ാം വാക്യം. അല്ല അങ്ങനെ ഇതിങ്ങനെ രണ്ടും കൂടി ഒന്നും രണ്ടും പറഞ്ഞു കച്ചറയെന്ന് പറഞ്ഞാ മതിയല്ല. തലതാരക്കാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. നീ ഒരു കാര്യം കണ്ടോ, സംഗതി ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോണില്ല. ആ ഹ. അല്ല ഇതങ്ങനെ അവസാനിക്കാൻ പാടില്ലല്ലോ. ദൈവമേ, ഈ ചെടിയൊക്കെ ഒന്നും അങ്ങോട്ട് വളരണമില്ല, വെള്ള വഴി മാത്രമല്ലേ ഉള്ളു. എടാ ആൻഡോ. ആ സ്റ്റാൻലിയാ, എന്താടാ? നീ ഇങ്ങോട്ട് വന്നേ. ആ. എന്താടാ? എടാ നീ വല്ലതും അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്തേ? എടാ നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ജോണേട്ടനും ചാർലി ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ച്? ഉവ്വ. ഇന്നലെ നമ്മൾ സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്ത് സംഭവമാണ്? എടാ ചാർലി ചേട്ടൻ ആരോ ഇരുട്ടടി അടിച്ചൊന്ന്. ഇരുട്ടടിയാ? അതേടാ 4 സ്റ്റിച്ച് ഉണ്ടെന്നാ കേട്ടത്. ആരത് ചെയ്തതും അറിയാമോ? എടാ അത് ഞാനല്ല. എടാ നീയല്ല, പിന്നെ ആ ജോണേട്ടനാണെന്ന് ചെറിയൊരു റൂമറുണ്ട്. ഷോ, അത് വളരെ മോശമായി പോയി. രണ്ടുപേരും തമ്മിലുള്ള വഴക്കിന്റെ രീതി കണ്ടപ്പോ എനിക്ക് അന്നേ തോന്നിയതാ ഇവര് തമ്മിൽ ഇനിയും ഏറ്റുമുട്ടുമെന്ന്. എന്നാലും ജോണേട്ടൻ ഇങ്ങോട്ട് കടുങ്ങ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി ഇതിന് പകരം ചോദിക്കാൻ ചാർലി ചേട്ടൻ ഇറങ്ങിയ പിന്നെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. അവസാനം പോലീസ് കേസായ നീയൊക്കെ കുടുങ്ങി തന്നെയാ. ഞാനാ? ഈയിടെ അവര് തമ്മിൽ വഴക്കുണ്ടായാലും ഞാനെന്തിനാ കൊടുക്കണത്? അവര് തമ്മിൽ പ്രശ്നങ്ങളുണ്ടായപ്പോ നീ അവിടെ ഉണ്ടായില്ലേ? അതിന് ഞാൻ മാത്രമല്ല, ആ ബ്രിട്ടോ ഉണ്ടായിരുന്നല്ല. ആരൊക്കെ ഉണ്ടായാലും അവരോടൊക്കെ പോലീസ് ചോദിക്കും. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്തോളാം. നീ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലടാ. എന്നോട് ചോദിച്ചാൽ ഉണ്ടായ സംഭവം ഞാൻ അങ്ങോട്ട് തുറന്നു പറയും. നിനക്ക് രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ തള്ളി പറയേണ്ടി വരും. അപ്പൊ ഒരാൾ നിന്റെ ശത്രു. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. അല്ല പോലീസ് കേസായാലേ കുഴപ്പമുള്ളൂ. അതത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ? പിന്നെ ഇരുട്ടടിയും കൊണ്ട് തലയും പൊട്ടി 4 സ്റ്റിച്ച് ഇട്ടിരിക്കുന്ന ആളെയല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെല്ലണേ. ഇനി ചാർലി ചേട്ടൻ വെറുതെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാണ്. ഏതായാലും നീയൊന്ന് സൂക്ഷിക്കുന്നത് നിനക്ക് നല്ലതാ. എടാ നീ പോലെ അവിടെ നിക്ക്. ചേട്ടാ, ചേട്ടനൊന്ന് നിന്നേ. എന്താ? ഞാൻ ചേട്ടനൊന്ന് കാണാനിരിക്കുമായിരുന്നു. ചേട്ടനും എൻ്റെ അപ്പച്ചനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അപ്പച്ചനോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ? അത് പിന്നെ അവ ഒന്നും രണ്ടും പറഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് പറഞ്ഞു. പറയോ? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ടേ ചേട്ടാ.
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് തീർക്കാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നിസാര വഴക്കിന്റെ പേരിൽ ഇങ്ങനെ അക്രമം നടത്തുകയായിരുന്നില്ല ചെയ്യേണ്ടത്. അക്രമോ? മോളെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ചാർലിക്ക് എന്താ സംഭവിച്ചത്? മതി ചേട്ടാ, ഇപ്പോഴും എന്റെ അപ്പച്ചനെ ഇരുട്ടടി അടിച്ചത് ചേട്ടൻ അല്ലാന്നാണ് പറയുന്നത്. ഇരുട്ടടിയോ? ആരോടും ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറരുത് ചേട്ടാ. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല, പക്ഷേ അതിനെ അക്രമം കൊണ്ട് കൈകാര്യം ചെയ്താ അതൊരിക്കലും തീരാനും പോകുന്നില്ല. അതിന് ഞാനല്ല മോളെ അത് ചെയ്തത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നേരെ ചൊവ്വെ പറഞ്ഞു തീർക്കാൻ എനിക്കറിയാം. അല്ലാതെ അവന് ഇരുട്ടടി അടിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരസ്പരം വെല്ലുവിളികൾ നടത്തിയിട്ടും ഇത് ചെയ്തത് ചേട്ടനല്ലാന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണം അല്ലേ? അല്ലേ തന്നെ എന്റെ അപ്പച്ചൻ എന്ത് തെറ്റാ ചെയ്തത്? ചേട്ടനോട് ചോദിക്കാതെ നിങ്ങളുടെ സ്ഥലത്ത് ആ കട്ടയും കല്ലും ഇറക്കിയതോ? നിങ്ങളല്ലാതെ ഇത് ചെയ്യാൻ മാത്രം എന്റെ അപ്പച്ചനോട് വൈരാഗ്യമുള്ള മറ്റൊരാളും ഇല്ല. എന്തായാലും ഇത് ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അക്രമത്തിന്റെ വഴിയാണ് ചേട്ടൻ്റെതെങ്കിൽ നിയമത്തിന്റെ വഴി പോകാൻ ഞങ്ങൾക്കും അറിയാം. അപ്പൊ കാണാൻ ചേട്ടാ. ആ ജോണേട്ടാ, ആ, എന്തു പറ്റി ചേട്ടാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണത്? ആ പോയതാ ചാർലിച്ചേട്ടന്റെ മോളല്ലേ? അതെ. എടാ, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യത്തിനാ ആ പെങ്കൊച്ച് ഈ കണ്ട വർത്താനം മുഴുവൻ പറഞ്ഞിട്ട് പോയത്. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? എടാ, ഞാൻ ആ ചാർലി ഇരുട്ടടി അടിച്ചെന്ന്. എന്ന്? എന്ത്? അല്ല, ചേട്ടൻ എന്താണ് ആ ചാർലിച്ചേട്ടനെ ഇരുട്ടടിച്ചെന്ന്? ഛെ, ദേ, എന്റെ വായിന്ന് വല്ലതും കേൾക്കും. എടാ, ഞാനല്ലടാ. പിന്നെ ആരാണ്? എനിക്കറിയാൻ പാടില്ല. അപ്പൊ ചേട്ടനല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് ഞാൻ ചാർലി ചേട്ടനെ ഇരുട്ടടി അടിച്ചു? ആ, ഹോ, ഇങ്ങനെ ഒരു പൊട്ടന്മാര്. എടാ, ചാർലിയെ ആരോ ഇരുട്ടടി അടിച്ചെന്ന്. അത് ഞാനാണെന്നാ ചാർലിയുടെ മോള് പറയണത്. അതാ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്. ആഹാ, അപ്പൊ ചാർലിച്ചേട്ടൻ ഇരുട്ടിട്ടെന്ന് പറയുന്നത് നേരാണല്ലേ? ആ, എനിക്കറിയില്ല. ആ കുട്ടി അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. എനിക്കറിയാനും പാടില്ല. നീ ഇങ്ങോട്ട് മാറി. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ചേട്ടന് പറ്റുമോ? ചേട്ടനും ചാർലി ചേട്ടനുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോ ഇതുപോലൊരു സംഭവം ഉണ്ടായ സ്വാഭാവികമായിട്ടും അത് ചേട്ടനാന്നല്ലേ പറയുള്ളൂ. ഇവൻ പറഞ്ഞതിനും കാര്യമില്ലാതില്ലട്ടാ. ഈ ഒരു സിറ്റുവേഷനിൽ ആരായാലും അങ്ങനെയല്ലേ കരുതുള്ളൂ. ഹ, ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? ചേടാ, ഇത് വലിയ പാടായില്ലോ. ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചാടിച്ചേട്ടൻ തുറന്നു പറഞ്ഞ് പ്രശ്നം തീർക്കണം. അല്ലാണ്ട് ഇവിടെ കിടന്ന് ടെക്സ്റ്റ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടാ? കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അത് ശരിയാ. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുള്ളപ്പോ ചേട്ടൻ ചാർലി ചേട്ടനെ നേരിട്ട് ചെന്ന് കണ്ട് പറഞ്ഞു തീർത്ത് കളയണം. നീ എന്തിനാ മോളെ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ അപ്പച്ചനടിച്ച് തല പൊട്ടിച്ച ആളെ കണ്ട ഞാനൊന്നും മിണ്ടാതെ പോരണോ? അയാളെ ഞാനൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുമ്പോഴാ ദൈവം അയാളെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇത് അവനാണ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ മോളെ. ഇതിൽ ഇത്ര അറിയാൻ എന്താ അപ്പച്ച ഉള്ളത്? ഇത് ചെയ്തത് അയാളാണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അയാൾ ഇക്കാര്യം നിഷേധിച്ച നിലയ്ക്ക് നമുക്ക് നിയമത്തിന്റെ വഴി നോക്കാം. സത്യം അയാളെ കൊണ്ട് പോലീസ് പറയിപ്പിച്ചോളൂ. എന്റെ മോളെ എന്തൊക്കെയായി പറയുന്നത്? നീ അങ്ങനെയൊന്നും ജോണിനോട് പറയരുതായിരുന്നു. ദേഷ്യപ്പെട്ടപ്പോ ഞങ്ങൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഒന്നും തള്ളുമൊക്കെ ഉണ്ടായി എന്നുള്ളത് നേരാ. എന്ന് കരുതി അവനാണ് എന്നെ തല്ലിയതെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത നിലയ്ക്കും അവനത് നിഷേധിച്ച നിലയ്ക്കും മോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് അപ്പച്ചൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അപ്പച്ചനെ തല്ലിയത് ആരാ? ആരാണെങ്കിലും അവനോട് ദൈവം ചോദിക്കട്ടെ. നിന്റെ അധരങ്ങൾ നീതിമൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. ചാർലി ചേട്ടങ്ങാണ്ട് കേസ് കൊടുത്താ ജോണേട്ടൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നല്ലാതെ ഏറ്റവും നല്ലതേ പുള്ളി കുറ്റം സമ്മതിച്ച്
ചാർലിച്ചാനോട് മാപ്പ് പറഞ്ഞ് കേസിനും വക്കാണത്തിനും പോവാതെ ഈ പ്രശ്നം അങ്ങോട്ട് ഒത്തു തീർക്കുക. അതെ, പക്ഷെ അതിന് ജോണേട്ടൻ തയ്യാറാണ്ടേ? അയാളുടെ സ്വഭാവം അറിയാല്ല. എന്നാലും പുള്ളി ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. തല്ലാനാണെങ്കിലും അത് നേരിട്ട് ചെന്ന് ചെയ്യുന്നതാ ജോണേട്ടന്റെ ഒരു മൈൻഡ്. എടാ സ്റ്റാൻലി, എത്ര നല്ല ആളുകളാണെങ്കിലും ചില സമയത്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ തോന്നിപ്പോവും. മനുഷ്യന്മാരല്ലേടാ. ഇതെന്താണ് ഇത് രണ്ടുപേരും കൂടി? എടാ വിട്ടോ, നീ ഇത് എവിടെയാടാ? അന്നാ ഓട്ടോ ഓടിയിട്ട് പിന്നെ ഇപ്പഴാണ് ഇവനെ കാണുന്നത്. ഞാൻ വിചാരിച്ചു നീ ഓടി സംസ്ഥാനം വിട്ടിട്ടുണ്ടാവുന്നു. എടാ നിനക്കൊന്ന് കാര്യമായിട്ട് വല്ലതും പറ്റിയ? പിന്നെ പറ്റാതിരിക്കട്ടാ, അമ്മാതിരി വീക്കല്ലേ നമുക്കിട്ട് കിട്ടിയത്. ചേട്ടനെല്ലാം പറ്റിയ? അല്ല, പറ്റായികൊന്നുമില്ല, എന്നാലും നിന്റെ അത്രയും കിട്ടിയില്ല. എന്നാലും ആ ചാർലി ചേട്ടൻ അയാള് കാണുന്ന പോലെ നല്ലട്ടാ. ഓ, ഇടിക്കൊക്കെ എന്താണ് ഒരു വെയിറ്റ്. പക്ഷെ എന്റെ മുതുകത്തിട്ട് പറഞ്ഞ കിട്ടിയിട്ടുണ്ടല്ലോ, വായി കൂടി പൊന്നിച്ചു പറഞ്ഞു പോയി. എടാ പൊന്നീച്ച പറയട്ടെ, കണ്ണി കൂടിയല്ലടാ. ഇതിപ്പോ അതാണ് കാര്യം. പൊന്നിച്ച് ഇതിലെ കൂടി എങ്കിലും പറക്കട്ടെ. ഹോ, എന്തായാലും പൊന്നിച്ചു വന്നില്ലേ? എന്തായാലും അതിനുള്ള പണി ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പണിയാ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ ചാർലി ചേട്ടൻ ഇന്നലെ രാത്രി ആരും ഇരുട്ടടി അടിച്ചു. തല പൊളിച്ച് 4 സ്റ്റിച്ചിട്ടെന്നാണ് ആൾക്കാർ പറയണത്. നേരാ? അങ്ങനെ ആരും പറഞ്ഞു ഞാനും കേട്ടട്ടാ. അപ്പൊ സംഗതി ശരിയാടാ. എന്റെ ദൈവമേ, അല്ലട്ടാ നമുക്കിട്ട് കിട്ടിയനേ അയാൾക്കിട്ട് ഒരു പണി കിട്ടണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കായിരുന്നു. അത് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് ദ്രോഹമാ നീ പറയണത്? ദ്രോഹോ? അപ്പൊ ചേട്ടൻ കിട്ടിയൊന്നും ദേഹത്ത് കൊണ്ടില്ലേ? എന്നാ എനിക്ക് നല്ലോണം കൊണ്ട് അടിവയറിന്റെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. ആ ചവിട്ട് ഞാൻ ജന്മത്തെ മറക്കൂല. ചേട്ടാ നമ്മളോട് ചെയ്തേനെ ഇത് ദൈവം കൊടുത്ത ശിക്ഷയാണ്. എടാ നമുക്കിട്ട് കൊണ്ടത് ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ നമ്മൾ കൂടെ തല വെച്ചിട്ടല്ലേ, അല്ലാണ്ട് നമ്മൾ അവന്മാര് വീട്ടിൽ തലയില്ലല്ലോ. എന്നാ പോലും പുള്ളിക്ക് ഇത് കിട്ടണ്ടായിരുന്നു. എനിക്കതിൽ സന്തോഷം. അല്ല, ആരാണ് ചേട്ടാ ഇത് ചെയ്തത്? പിന്നെ ഇരുട്ടടി അടിക്കാൻ വരുന്നവൻ പേരും അഡ്രസ്സും തന്നിട്ടാണ് അടിക്കണേ. എന്നാലും ജോണിയായിട്ടാണ് എന്റെ പിന്നിലെന്നാണ് പരക്കെയുള്ള സംസാരം. അല്ല, അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ അനന്തര ഫലമായിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായത്. എന്തായാലും സത്യം എന്താന്നുള്ളത് പോലീസ് അന്വേഷിക്കും അറിയാം. പോലീസാ? ആടാ, ചാർലി ചേട്ടൻ കേസ് കൊടുക്കാൻ വേണ്ടി പോണേ. നമ്മളൊക്കെ സാക്ഷി പറയേണ്ടി വരും. നീ റെഡി ആയിട്ടിരുന്നോ? അല്ല, ഇതപ്പൊ കേസാവോ? പിന്നെ ഈ ഇരുട്ടടി അടിച്ചാളെ കണ്ടുപിടിക്കണ്ടേ? അവനെ കൈ കിട്ടിയ നല്ല ഇടിക്കിട്ടുള്ള ഉറപ്പാണ്. എന്തായാലും ചെയ്തവൻ കുടുങ്ങും. പോലീസിനായെങ്ങാനും വന്ന ഇരുട്ടടിച്ചവനെ കടിച്ച് കീറിക്കളയും. ഇങ്ങനെ എന്റെ പൊന്നോ, ഇടക്ക് അറിയാണ്ടിരിക്കണമെന്ന്. നീ കരയില്ല ബ്രിട്ടോ. ഇവന് കിടന്ന് കരയണത്. നീ കരയല്ലേ? ഇത്രയും തടിയും വെച്ച അവന്റെ മോങ്ങണ മോങ്ങലുണ്ട. ചേട്ടന്മാരെ, നിങ്ങൾ രണ്ടും കൂടി എന്നെ രക്ഷിക്കണം. രക്ഷിക്കാനാ? ചാർലി ചേട്ടൻ ഇട്ടിട്ടടിച്ചത് ഞാനാണ്. അന്ന് നമുക്കിട്ട് നല്ല ഇടി കിട്ടിയില്ലേ? നമ്മക്കാ? അല്ല, അവൻ എന്റെ കാര്യം പറഞ്ഞത്. അവൻ പേടിച്ചിട്ട് അവര് റിലേ പോയിരിക്കുന്നു. അതെ അന്റെ ചേട്ടാ, അന്ന് നമുക്കിട്ട് നല്ല ഇടി കിട്ടിയില്ലേ? ഒരു തെറ്റിങ്ങാത്ത നമ്മളാ പുള്ളി അന്ന് ഇടിച്ച ദേഷ്യത്തിന് ഞാനാണ് പുള്ളിയുടെ തല തല്ലി പൊളിച്ചത്. കേസാവുന്നത് ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 15-ാം വാക്യം. എടാ മിടുക്ക, ഇത്ര ഒപ്പിച്ചു വിളിച്ചല്ലേ ഈ അഭിനയം മൊത്തം ഇവിടെ നടത്തിയത്. നീ എന്താ പറഞ്ഞത്? പുള്ളിക്ക് ദൈവം കൊടുത്താന്നല്ലേ? നീ അല്ല കൊടുത്തത്? അബദ്ധം പറ്റിപ്പോയി ചേട്ടാ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാലു പിടിക്കാം. ഞങ്ങളുടെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നീ പോയിട്ടേ ആ ചാർലി ചേട്ടന്റെ കാല് പിടിക്ക്. എന്നാ പിന്നെ ഈ നടക്കാൻ പോകുന്ന കൂടി അനുഭവിച്ചോ? എന്താണ് ചേട്ടാ? അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ അപ്പുറത്ത് എടി ഇനി നിനക്ക് കിട്ടാൻ പോണത്. ആരെയ്ത്? പോലീസിന്റെ കയ്യിൽ നിന്ന്. കൊലപാതക ശ്രമം. ദൈവമേ, അയ്യോ, എടാ ഒന്ന് മോങ്ങാണ്ടിരിക്കണ.
ആ ജോണേട്ടാ. ആ എന്താടാ എല്ലാരും കൂടി? ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അല്ല ആ ചാർലി ചേട്ടനെ തല്ലിയതേ. അതെടാ ഞാനാ ചാർലിയെ തല്ലിയത്. നിങ്ങൾക്കൊക്കെ എന്ത് വേണം? ചേട്ടൻ എന്ത് ഭ്രാന്താണ് ഈ പറയണത്? പിന്നല്ലാതെ ഞാനല്ലാതെ ചെയ്തതെന്ന് നിന്നോടൊക്കെ 100 വട്ടം പറഞ്ഞതല്ലേ. പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചേട്ടാ ചേട്ടനൊന്ന് ഞങ്ങൾ പറയണത് കേൾക്ക്. ചേട്ടനല്ല തല്ലിയെന്ന് ഞങ്ങൾക്കറിയാം. ഓ നന്ദിയുണ്ട്. പിന്നെ ആരാണാവോ തല്ലിയത്? ഞാനാണ് ചേട്ടൻ തല്ലിയത്. എടാ ബ്രിട്ടോ, നീ വേണ്ടാത്തത് വിളിച്ചു പറയല്ലേ. പോലീസ് പിടിച്ചോണ്ട് പോയാലേ നല്ല ഇടി കിട്ടും. നീ എന്തിനാ കരയണത്? ജോണേട്ടാ ഇവനാണ് ആ ചാർലി ചേട്ടന്റെ തല തല്ലി പൊട്ടിച്ചത്. അതേട്ടാ. എന്താടാ കാര്യം? അതേ നിങ്ങൾ തമ്മിൽ ഉന്തും തള്ളും വാക്കുറക്കൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ ഞങ്ങൾക്കും കിട്ടില്ല നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ. ഓ എന്നേലും കാര്യമായിട്ട് ചാർലി ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇതേ ഇവനാണ്. ചേട്ടാ എന്നോട് ക്ഷമിക്കും. എന്റെ കർത്താവേ. എടാ ബ്രിട്ടോ, നീ ഇങ്ങനെ ഒരു കുരുത്തക്കേട് കാണിച്ചത് എന്തിനാടാ? അല്ലാതെ ചാർലി ചേട്ടന്റെ മോളുമില്ല വന്നത്. ജോണേ നീ വാ അകത്തേക്ക് ഇരിക്കാം. മോള് ചേട്ടാ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞതെല്ലാം ചേട്ടൻ ക്ഷമിക്കണം. അത് കറക്റ്റാണ്. ജോണേട്ടൻ ചെയ്യാതെ തെറ്റിനി ജോണേട്ടനെ വഴക്ക് പറഞ്ഞ ക്ഷമ ചോദിക്കണം. അതിലൊരു തെറ്റുമില്ല. നീ ഇതെന്തത്? ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടന്റെ തല ഇന്നലെ രാത്രി ഒളിച്ചിരുന്ന് തല്ലി ഈ പരുവത്തിലാക്കിയത് ഇവനാ. എന്തിന്? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേ ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രശ്നത്തിനെ ഇവൻ പ്രതികാരം ചെയ്താണെന്ന്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല. ആ ജോണേ, ആ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. എന്റെ പറമ്പിൽ ചോദിക്കാതെ കൊണ്ടുവന്നിട്ട ദേഷ്യത്തിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചാർലി ചേട്ടൻ പറഞ്ഞല്ലേ എല്ലാവരും ഉണ്ടല്ലോ. ആ ജോണേ, നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇതവിടെ വീട്ടിലിറക്കാൻ സ്ഥലമില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഇറക്കിയത്. പെട്ടെന്ന് മാറ്റി തന്നേക്കാടാ. എടാ ഞാനീ കുറച്ചെടുത്ത് ഈ കുഴിയിലും ചെളി കിടന്നിടത്തൊക്കെ നിട്ടതാ. അതിനെന്താടാ നീ എടുത്തോ? എനിക്കിത്രയൊന്നും വേണ്ടടാ, കുറച്ചു മതി. അത് കുഴപ്പമില്ലടാ. ചേട്ടാ എന്താ ബ്രിട്ടാ, ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നീ കൊണ്ടോക്കടാ. അവിടെ കുറച്ചെടുത്തിട്ടെ ആ കുഴിയോടടുത്ത് ആ ചെടിയിൽ കുറച്ചിട്ടോ. അവിടെ എടാ കുറച്ചു മതി. ബ്രിട്ടോ നിനക്ക് എന്തേരം വേണടാ? എടാ നിനക്ക് വേണോ? ഞാൻ കുറച്ച് കിട്ടിയെങ്കിൽ ഞാൻ കൊണ്ടുപോകണം. ചട്ടി വേണമെങ്കിൽ എടുത്തിട്ട് വരാം. നീ ഞാൻ ചട്ടി എടുത്തോണ്ടോ? ആ, എടുത്തോണ്ട് എന്നിട്ട് കുറച്ച് കോരി കൊണ്ടോക്കോ. ശരി എന്നാ. എനിക്ക് ഇത്രത്തിന്റെ ആവശ്യമില്ലെന്നേ. എടാ നീ എത്ര വില കൊടുത്തു? അതൊരു 10,000 രൂപ കൊടുത്തു. എടാ അപ്പൊ ഒരു 500 രൂപ ഞാൻ തന്നേക്കാം. ഒന്ന് പോയടാ ജോണേ. ഇച്ചിരി കട്ടൻ കല്ലെടുത്തതിന് കണക്ക് പറയണോ? നീ നിനക്ക് ആവശ്യമുള്ള എടുക്ക്. ഓഹോ ആ അതെ ആന്റോ, നീ ആവശ്യത്തിന് എടുത്തോട്ടെ. എടുത്തോളാം. ശരി എന്നാ. ശരി ശരി. ഇങ്ങനെ തീരേണ്ട പ്രശ്നമായിരുന്നു, പക്ഷെ നമുക്കത് പറ്റിയില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാൻ പറ്റിയല്ലോ. അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു പാഠമാണ്. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. റോമ 15:14 പക്ഷേ ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. ഇട 501 നേത്തം. എന്താ ചേട്ടാ? 501 ഇഡ്ഡലി ഞാൻ പറഞ്ഞേക്ക് ചട്നി എവിടെ നീ ചോദിച്ചാനെ. ഇറയത്തം 1 2 3 4. ആന്റോ വേണ്ട. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.
വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം